السلام عليكم ورحمة الله وبركاته. السلام عليكم. ശബ്ദങ്ങളൊക്കെ അല്ലേ സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ക്ലാസ് ഇല്ലാത്തോണ്ടായിരിക്കാം ആരെയും കാണുന്നില്ല, ക്ഷമ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യാനുണ്ടായത്? നമുക്ക് നേരത്തെ തന്നെ ഒരു റൈറ്റപ്പ് വഴി അറിയിച്ചിട്ടുണ്ടല്ലേ? ക്ഷമ. പിന്നെ കൂടുതൽ സമയം ടോക്ക് ചെയ്യുന്നില്ല, നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് പിരിയാം. ഓക്കെ, നമ്മള് ഓരോ സംഭവവും പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നു അല്ലെ? അപ്പൊ ആ ഒരു മാറ്റിവെക്കലിലൂടെ നമുക്കുണ്ടാവുന്നത്, നമ്മൾ വിചാരിക്കാം പിന്നെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കംഫർട്ടായിട്ട് നല്ല രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച് വെച്ച് പിന്നീട് എല്ലാം കൂടി ഒരു ഹെവിയായി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ഹെറിബറിയായി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റിവെക്കാതെ നമുക്ക് ഓരോ സംഭവങ്ങളും സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ ചെയ്യാന്നുള്ളത്, ആ ഒരു ടൈമിന് വാല്യൂ കൽപ്പിച്ചുകൊണ്ട് സമയത്തിന്റെ ആദ്യത്തിൽ ചെയ്യാന്നുള്ള ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു വിഷയമാണെങ്കിലും നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു നിസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ബാങ്ക് കൊടുത്ത് അവ്വൽ വഖത്ത് നിസ്കരിക്കലാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് അവസാനം അടുത്ത ബാങ്കിന്റെ സമയത്തോടടുക്കുമ്പോഴായിരിക്കാം നമ്മൾ തിരക്ക് പിടിച്ച് നിസ്കരിക്കാൻ പോകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരാം, അതല്ലെങ്കിൽ നമുക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കാം ചിലപ്പോൾ മക്കൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ആവശ്യം വരിക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി റഷാവും അല്ലെ? നമ്മൾ പിന്നെന്താണ്, അപ്പൊ അങ്ങനെ ഒരു മാറ്റിവെക്കലിലൂടെ ചെറിയൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണമെന്ന് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളത്. അങ്ങനെ ഏതൊരു സംഭവവും നമ്മൾ മാറ്റിവെച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ടൈമിന്റെ വാല്യൂ നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപോലെ തന്നിരിക്കുക എന്നുള്ളത് സമയം മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ വ്യക്തികൾക്കും ഡിഫറെന്റ് അളവിലാണ് കൊടുത്തിരിക്കുന്നത്. ആരോഗ്യമാണെങ്കിൽ ഒന്നല്ല, സൗന്ദര്യമാണെങ്കിൽ ഒന്നല്ല, കളറാണെങ്കിൽ ഒന്നല്ല, ചിന്താശേഷിയാണെങ്കിൽ ഒന്നല്ല, കേൾവി ശക്തിയാണെങ്കിൽ ഒന്നല്ല, കാഴ്ചശക്തിയാണെങ്കിൽ ഒന്നല്ല. എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ? ഓരോരുത്തർക്കും കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ ടൈം എന്ന് പറയുന്നത്, ടൈം എല്ലാവർക്കും, ഒരു കുട്ടിക്കാവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ പോസ്റ്റ് ഉള്ളവരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭിക്ഷ യാചിക്കുന്നവനായിക്കോട്ടെ, ഏതൊരു വ്യക്തിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ മാത്രമാണ്. അതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നമുക്ക് ആർക്കും അള്ളാഹു കൂടുതൽ തന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തെ നാം ഉപയോഗിക്കുന്ന നമ്മുടെ സമയത്തെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കാം നമ്മളുടെ ഭാവി, നമ്മളുടെ ഓരോ സംഭവങ്ങളും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, സമയം നോക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഫോൺ എടുത്താൽ അങ്ങനെ സമയം പോയി എന്ന് ഒരുപാട് നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്ന് കാണാറുണ്ടല്ലോ, ഒരു ജോക്കായിട്ട്. അപ്പോൾ നാം തന്നെ നമ്മുടെ സമയത്തെ വെറുതെ ശ്രദ്ധിക്കാതെ വേസ്റ്റ് ചെയ്ത് പോവാണ്. ഇൻഷാല്ല ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള സെഷനൊക്കെ നമുക്ക് പിന്നീട് വരും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ സമയത്ത് അത് പേടായിരിക്കാം. ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അതിനെ കുറിച്ചിട്ട് ചെറിയൊരു രീതിയിൽ പോവാണ് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആരെങ്കിലും ഒരാള് കുറച്ച് ക്യാഷ് തരാണെന്ന് വിചാരിക്കാം. അത് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെടും എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ചിലപ്പോൾ രാത്രി ഉറക്കമൊഴിച്ചിട്ട് കൊണ്ടുപോലും നമ്മൾ എന്ത് ചെയ്യും? ആ ക്യാഷ് നമ്മളിലേക്ക് ബെനിഫിറ്റ് ആക്കി വരാൻ വേണ്ടിയിട്ട് എന്തേലും പർച്ചേസ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനോ
അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാഷ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച് തീരുന്നത് വരെ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്, ചിലപ്പോൾ ഒരു 24 മണിക്കൂർ കഴിയലോട് കൂടി അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിയോട് കൂടിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് പിൻവലിക്കപ്പെടും എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമോ ഇന്നലെ കഴിഞ്ഞ മിനിറ്റുകളോ ഇന്നലെ കഴിഞ്ഞ നിമിഷങ്ങളോ നമ്മളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നില്ല. പക്ഷെ ആ ഒരു ടൈമിനെ നാം എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു സമയം നമ്മളുടെ ലൈഫിലേക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, ആ ഒരു സമയത്തെ നമുക്ക് വേണ്ട രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും നോക്കാം. ഇന്നലത്തേക്ക് പോകണ്ട. ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്നിപ്പോ അവിടെ 6:45 അല്ലെ. അപ്പൊ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? എഴുന്നേറ്റ് ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡുകളിൽ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്, എത്ര സെക്കൻഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടൈമിനെ നാം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കി ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരാമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ടൈമിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തെ മാറ്റിവെക്കുക എന്നുള്ളത് നമുക്ക് സമയം ലാഭിക്കുകയല്ല, പകരം മാറ്റിവെക്കലിലൂടെ നമ്മളുടെ സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ സമയം നമുക്ക് ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആ ഒരു ടൈം നമുക്ക് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഓരോ സെക്കൻഡുകളും ചെലവഴിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് കംഫർട്ടായിട്ട് ഇരിക്കുക. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, റിലാക്സ് ചെയ്യാം. ശരീരത്തെ പൂർണ്ണമായും ഒന്ന് അയച്ചു വിടാം, ഒന്ന് ലൂസാക്കി ഫ്രീ ആക്കി വിടാം. ഒരു ദീർഘശ്വാസം എടുക്കാം. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. Exhale. Breathe in, breathe out. Again, breathe in, breathe out. മനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ ചിന്തകളെയും തടയാതെ ആ ചിന്തകളെ വരാൻ അനുവദിച്ചുകൊണ്ട് പറഞ്ഞേക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും കൊണ്ടുവരാം. ആ സംഭവങ്ങളെല്ലാം ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാരം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അത് ചിലപ്പോൾ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അത് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ എന്ന് ഓർമ്മിക്കുമ്പോഴുള്ള ആ ഒരു ഭാരത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെ തൊട്ടറിയാം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജിയും വ്യക്തതയും ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കാം. ശ്വാസം പുറത്തേക്ക് വരുന്ന സമയത്ത് മാറ്റിവെക്കലിന്റെ ഭാരവും ഭയവും മടിയും പൂർണ്ണമായും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പുറത്തു പോകുന്നതായി സങ്കല്പിക്കാം. ഭാരം പൂർണ്ണമായും ഒഴിഞ്ഞ് നിങ്ങളിപ്പോൾ റിലാക്സ് ആയിരിക്കുന്നത് ഫീൽ ചെയ്യാം. ഓരോ കാര്യവും ചെയ്തു തീർന്നപ്പോഴുണ്ടാവുന്ന ആ ഒരു സമാധാനം, ആ ഒരു വെയ്റ്റ്ലെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം.
ഓരോ മാറ്റിവെക്കലും സമാധാനമല്ല, കൂടുതൽ ഭാരവും കൂടുതൽ പ്രയാസവുമാണ് എന്നുള്ളത് തിരിച്ചറിയാം. യഥാസമയം കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴുണ്ടാവുന്ന സുഖം, ആനന്ദം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അനുഭവിച്ചറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യസമയത്ത് നിസ്കരിച്ച ആ നിമിഷത്തെ ഒന്ന് കൊണ്ടുവരാം. എന്ന് നിങ്ങൾ അനുഭവിച്ച പൂർണ്ണ സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്വയം പറയാം, ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനുള്ള ആത്മവിശ്വാസം എന്നിലുണ്ട്. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ മനസ്സ് വ്യക്തതയുള്ളതാണ്. ഞാൻ ഓരോ കാര്യങ്ങളും യഥാക്രമം ചെയ്തു തീർക്കുന്നത് കൊണ്ട് ഞാൻ എന്നും സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. എന്നിൽ സന്തോഷം നിറയുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഇത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും എനിക്ക് മനസ്സിലാവുന്നു, എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ ലൈറ്റായി വെയിറ്റ് കുറഞ്ഞതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു പുതിയ ഊർജം ഉള്ളിൽ നിറയുന്നത് അനുഭവിക്കാം. ഇത്രയും ഭാരം ഒഴിവായ, ഇത്രയും റിലാക്സ് ആയ ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റിയതിന് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഓരോ സെക്കൻഡും, ഓരോ മൈക്രോ സെക്കൻഡും എത്രയോ വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷത്തിനും വാല്യൂ ഉള്ളതാക്കി എനിക്കെൻ്റെ നാളത്തെ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യമാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ, ചിന്തകൾ എല്ലാം എനിക്ക് ഓരോ സെക്കൻഡുകളാണ്, ഓരോ മൈക്രോ സെക്കൻഡുകളാണ്. ഞാൻ ചെയ്യുന്ന വർക്കുകൾ എന്തുമായിക്കോട്ടെ, അതെല്ലാം എനിക്ക് നാളത്തേക്കുള്ള ഏണിങ്സായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതിനെ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് പോസിറ്റീവോട് കൂടിയിട്ട്, പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയിട്ട്, സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നതിൽ ഞാൻ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പതിയെ നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാം. വളരെ സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. വൺസ് അഗെയിൻ, ഓരോ ബ്രീത്തിലും നിങ്ങൾ കൂടുതൽ എനർജി ആവുന്നത് ഫീൽ ചെയ്തുകൊണ്ട് ഈ ഒരു ദിവസം മുഴുവനും നിങ്ങൾ പൂർണ്ണമായും എനർജിയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ഓരോ സംഭവങ്ങളും യഥാസമയത്ത് ചെയ്തു തീർക്കുന്നതായി കണ്ടുകൊണ്ട് കൈകൾ രണ്ട് സ്ക്രബ് ചെയ്ത് കണ്ണിന് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഒക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോ സമയത്തെയും നമുക്ക് അത്രയും വാല്യൂ ഉള്ളതായി കണ്ടുകൊണ്ട് ആ സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാളും മുമ്പ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സമയം, ഇന്നത്തെ ആ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള
മണിക്കൂറുകളിൽ നമ്മൾ എത്ര സമയം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, എത്ര സമയം നമ്മൾ അതിൽ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇൻഷാ അള്ളാഹ് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും അങ്ങനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് കൂടുതൽ മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, ഇൻഷാ അള്ളാഹ്. അപ്പൊ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.